ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2077. ഇന്ന് സെപ്റ്റംബർ മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 250-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ ജനന പെരുന്നാളിലേക്ക് പതിയെ സഭ എത്തുകയാണ്. 8 നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. മറിയത്തിന്റെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി നമ്മൾ ആഴപ്പെട്ടേ മതിയാവും, എത്തിച്ചേർന്നേ മതിയാവും. അതാവട്ടെ ആ നല്ല മകനിലേക്കുള്ള ഏറ്റവും മഹത്തായ ഒരു തീർത്ഥാടനവും കൂടിയാണ്. മറിയം ഒരു ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങാനായിട്ട് ഇന്ന് നിന്നു കൊടുത്തിട്ടില്ല. പറയുമ്പോ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. മറിയത്തിന് അർഹമായ പരിഗണന പോലും പലയിടത്തും മറിയം വേണ്ടെന്ന് വെച്ചു. മുഴുവനിടത്തും മറിയം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ആവട്ടെ ആദരവിനും അംഗീകാരത്തിനും പരിഗണനയ്ക്കും വേണ്ടിയാണ് പലതും ചെയ്യുന്നതും പറയുന്നതൊക്കെ. അർഹമായതുപോലും വേണ്ടെന്ന് വെച്ച് ഒഴിഞ്ഞു മാറുന്ന ഓടിപ്പോകുന്ന മറിയത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കഷ്ടമാണ്. വെറുതെയല്ല ആ മകനും ഇത്രത്തോളം നല്ല ചില മാതൃകകളിലൂടെ ജീവിച്ച് ഭൂമിയിൽ നിന്ന് കടന്നുപോയത്. കുറെ കൂടി അങ്ങനെ ഒരു ഒതുക്കത്തിലേക്ക് കൂടി എത്താനായിട്ട് മറിയം എന്ന അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഏറ്റവും നല്ല ഉദാഹരണം കാനാവിലെ വിവാഹ വീട് തന്നെയാണ്. ശരിക്കും അർഹമായ ഇടങ്ങളിൽ നിന്ന് കിട്ടാവുന്ന പരിഗണനകളും ആദരവും വേണ്ടെന്ന് വെച്ച് അപ്രത്യക്ഷമാകുന്നത് പോലെ തന്നെയാണ് ഒരാവശ്യവുമില്ലാത്ത ഇടങ്ങളിൽ മറിയത്തിന്റെ സാന്നിധ്യം തിളങ്ങുന്നുണ്ട്. കലവറയില് വീഞ്ഞു കുറഞ്ഞു പോകുന്നതും അമ്മ അറിയുന്നത് ഒരു അതിഥി എത്തിപ്പെടേണ്ട സ്ഥലമല്ല. എന്നിട്ടും അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മകനോട് ആവശ്യം പറയുന്നത്. പിന്നീട് അമ്മ എന്ത് ചെയ്യും? പിന്നീട് അമ്മ ഈ കാര്യങ്ങളുടെ സബലീകരണ വേളയിൽ ഞാനാണ് കേട്ടോ ഈ കുടുംബത്തെ അപമാനത്തിൽ നിന്നും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത്, ഈ അത്ഭുതം ചെയ്തവന്റെ അമ്മ ഞാനാണെന്നൊന്നും പറഞ്ഞ് അവിടെയെങ്കിലും നിന്നില്ല കേട്ടോ. എങ്ങോട്ടോ അപ്രത്യക്ഷമായി. അതാണ് ഈ അമ്മ. എലിശബായുടെ ഭവനത്തിലെത്തി 6 മാസം ഗർഭം ധരിച്ച ഗർഭിണിയായ, ഏറെ പ്രയാസത്തിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്ന വാർദ്ധക്യത്തിലെത്തിയ ആ അമ്മയെ 3 മാസക്കാലം ശുശ്രൂഷിച്ചെന്നാണ് സുവിശേഷം പറയുക. അങ്ങനെ 6-ാം മാസത്തില് എലിശബായുടെ അടുക്കലെത്തിയ മറിയം ഏതാണ്ട് 9 മാസക്കാലം വരെ എലിശബായെ ശുശ്രൂഷിച്ചു. അകത്ത് യോഹന്നാൻ സ്നാപകനുണ്ടല്ലോ, അവളുടെ ഉദരത്തിനകത്ത്. എന്നിട്ടും പ്രസവകാലത്ത് മറിയം അവിടെയില്ല. മറിയം മടങ്ങിപ്പോന്നു. ഇനി ആളും പേരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ ഒറ്റയാവും, പരാജയപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടും ഒറ്റപ്പെട്ടുമൊക്കെ ഏകാന്തതയിലാവുമ്പോൾ അന്വേഷിച്ചു വരാനായിട്ട് ഇങ്ങനൊരു അമ്മയുണ്ട്. ആ മാതൃക നമ്മളും നമ്മുടെ സഹജീവികളോട് പ്രകടിപ്പിക്കേണ്ടതാണ്. മറിയം എന്ന അമ്മ ആദരവോടും പ്രാർത്ഥനയോടും വിനയത്തോടും കൂടി എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടോ എവിടെ നിന്നൊക്കെ അപ്രത്യക്ഷപ്പെട്ടോ അതൊന്ന് കാര്യമായി മനസ്സിലാക്കാനായിട്ട് കൂടി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ശ്രമിക്കാം. ആമേൻ.